കൈസന്റെ റോമക്കാരെ അടിച്ചോടിച്ചു. ആര്? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടി. അതിന് കാരണം അവർക്ക് നേതാവിനെ കിട്ടി, മുഹമ്മദ്. അവർ വന്നാൽ എന്താ വെസ്റ്റേൺ സിവിലൈസേഷൻ വന്നാൽ ഇതന്നെ. ഈ അധർമ്മങ്ങൾ കൊടികുത്തി വാഴും. ഒരു വിലയുണ്ടാവില്ല. ഗുരുകുല വിദ്യാഭ്യാസം മാറി. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ വലിയ അദബ മര്യാദയാണ് എല്ലാവർക്കും. ദ്രോണന്റെ വീട്ടിലേക്ക് അർജുനൻ വന്നാലും പണിയെടുക്കണം. പഞ്ചപാണ്ഡവന്മാരിൽപ്പെട്ട ആളാണ് അർജുനൻ. ദുര്യോധനൻ വന്നാലും പണിയെടുക്കണം. അവർ രാജകുടുംബമാണ്. എന്നാൽ ദ്രോണൻ ഗുരുവാണ്. ഗുരുവിൻ്റെ വീട്ടിൽ വന്നാൽ പണിയെടുക്കണം. സ്കൂളല്ല, ഗുരുകുല വിദ്യാഭ്യാസമാണ്. ഇസ്ലാം മതത്തിൽപ്പെട്ട ഏറ്റവും വലിയ ഫണ്ടമെന്റൽ വിഭാഗമായ സുന്നികളെ പ്രീ സ്കൂൾ തുടങ്ങി. മോണ്ടിസോറി. ആരാ മോണ്ടിസോറി? മോണ്ടിസോറി ഒരു പള്ളിൻ്റെ കീഴിൽ നടത്താൻ പറ്റുന്നു. ആരാ മോണ്ടിസോറി? സാത്താനിസ്റ്റ്. പിശാചിനെ ആരാധിച്ച ഒരു പെണ്ണ് കൊണ്ടുവന്നതാണ് ആ വിദ്യാഭ്യാസം. നിങ്ങൾ പഠിച്ചു നോക്കി, നിങ്ങൾ പഠിക്കി. നിങ്ങൾ ഇന്ന കൊഞ്ഞനെ കുത്ത എളുപ്പമാണ്, പക്ഷെ പഠിച്ചു നോക്ക്. മോണ്ടിസറി എന്ന് പറഞ്ഞത് ആരുടെ പേരാണ്? ഒരു സ്ത്രീയുടെ പേരാണ്. ഈ സ്ത്രീ ആരായിരുന്നു? സാത്താനിസ്റ്റ്, പിശാചിനെ ആരാധിച്ച സ്ത്രീയാ. ഈ സ്ത്രീയാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നത്. എല്ലാം അവരുള്ളത്. ഹോംവർക്കുകൾ കൊണ്ടുവന്ന ആരാ? ആദ്യത്തെ ബദർ യുദ്ധം എന്നാ പറ. ബദർ യുദ്ധം 624 മാർച്ച്. AD 624 മാർച്ചിലാണ് ബദർ യുദ്ധം. ആർക്കെതിരെ? യൂറോപ്യൻസിനെതിരെ. അബൂജഹൽ ഒരു തോട്ടി മാത്രമാണ്. എന്താ അബൂജഹൽ? അവരുടെ പ്രൊഡക്റ്റ് അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ അബൂജഹൽ അങ്ങനെ എന്താ അബൂജഹൽ? ആ പേര് പോലും ഖുർആൻ പറഞ്ഞില്ല. അതേസമയത്ത് യൂറോപ്പിനെതിരെ സമരം ജയിച്ച ആദ്യത്തെ സ്വഹാബിയുടെ പേര് പറഞ്ഞു. എന്തെടാ ഇനി നിങ്ങൾക്ക് പഠിക്കാത്തത്? എന്തെടങ്ങൾ പഠിച്ചാൽ എന്തെങ്കിലും പഠിക്കാത്തത്? അബൂജഹൽ എന്ന പേര് എവിടെ ഇല്ല? ഖുർആനിലില്ലട ചങ്ങായി. എന്ത്? ഓനൊരു ആളല്ല, ഓനൊരു ദല്ലാലിയാണ്. അതാ ഓന് പേര് പറയുന്നത്. അബൂജഹൽ ഒരു വലിയ ആളാണെങ്കിൽ ഖുർആൻ അയാളെ പേര് പറയണ്ടേ? പറഞ്ഞതേ ഇല്ല. പൂജാരിന്റെ പേര് പറഞ്ഞു. ആരാ പൂജാരി? അബൂലഹബ് യൂറോപ്യൻ ബിംബങ്ങളെ പൂജാരിയാണ്. പേര് പറഞ്ഞു. എന്ത്? അവിടെയാണ് കാര്യം കിടക്കുന്നത്. അബൂജഹലിന്റെ പേര് പറഞ്ഞില്ല. അതെന്താ നിങ്ങൾ ആലോചിക്കാത്തത്? നമ്മളെ ബാലുകൾ കേട്ടാൽ നമുക്ക് ഏറ്റവും വലിയ ആളായി തോന്നുന്ന ആര്യ? അബൂജഹലിന്. ഈ അബൂജഹൽ നമുക്കിനെ ഖുർആൻ പറഞ്ഞതിനല്ലല്ലോ. എന്തെങ്കിലും ചിന്തിക്കാത്തത്? അതേ സമയത്ത് തബ്ബത്ത് യദാ അബീ ലഹബ്, നേരും രാവും വൈകുന്നേരവും ഇതിനെ എണ്ണിട്ട് തുടക്കണ പണിയാണ് ഈ രണ്ട് കയ്യിനും. അത് നശിക്കട്ടെ എന്ന് പറഞ്ഞു. അന്തം വിട്ടോനെ, അതതിൻ്റെ അർത്ഥം. അബൂലഹബിന് എന്താ പണി? നേരം വെളുത്താൽ എണ്ണയും നെയ്യും മെഴുക്കും കൊണ്ട് വരിക. ഈ യൂറോപ്യൻ ബിംബങ്ങളെ എണ്ണിട്ട് തുടച്ച് വൃത്തിയാക്കുക. അതിനെ കാണിക്കകൾ സ്വീകരിക്കുക. ആ രണ്ട് കയ്യും. മറ്റും ദല്ലാലി മാത്രമാണ്. എന്താ നിങ്ങൾ പഠിക്കാത്തത്? എന്തിനാണ്? അയാൾ ബദർ യുദ്ധത്തിന് വന്നിട്ടില്ല. അയാൾ ആ നേരത്തും അവിടെ ബിംബങ്ങളെ തുറക്കണ പണിയായിരുന്നു. ആര്? മനസ്സിലായില്ലേ? നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? അപ്പൊ ബദറിലല്ല കാര്യം കിടക്കണത്, അതിന്റെ അപ്പുറത്താണ്. കിണ്ടി എവിടെ നോക്കണം? അബൂജഹൽ ഒരു സാധനയല്ല. എന്താ റസൂലുള്ളാഹി അബൂജഹൽ? നിങ്ങളെന്താ റസൂലുള്ളാഹിനെ മനസ്സിലാക്കണം? മാനവ സമൂഹത്തെ നശിപ്പിച്ച ശക്തികൾക്കെതിരെയാണ് ആര് വന്നത്? റസൂലുള്ളാഹി വന്നത്. ആ ശക്തികളോട് ആദ്യം പടപൊരുതിയ ഷഹീദായ മനുഷ്യന്റെ പേര് ഖുർആൻ പറഞ്ഞു. അതാണ് സെയ്ദ്. ആ സെയ്ദ് റസൂലുള്ളാഹി വളർത്തിയ മോനാണ്. അത് റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണം റസൂലുള്ളാഹിക്ക് കൊടുത്തതാണ്. ആരാ റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണം? ഖദീജത്തുൽ കുബ്ര. ഖദീജയുടെ വിവാഹ സമ്മാനമാണ് സെയ്ദ്. അതാണ് ഖുർആൻ പറഞ്ഞത്. എന്താ പഠിക്കട്ടെ? തൻ്റെ ശരീരം റസൂലുള്ളാഹിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഖദീജ റസൂലുള്ളാഹിക്ക് കൊടുത്തത് സെയ്ദിനെയാണ്. രാത്രി സെയ്ദിനെ കുളിക്കാൻ പറഞ്ഞു. സെയ്ദ് കുളിച്ചു വന്നപ്പോൾ കല്യാണത്തിന് 2 വസ്ത്രം വാങ്ങിയിരുന്നു ഖദീജ ബീബി. ഒരു വസ്ത്രം കല്യാണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ആ വസ്ത്രത്തിൽ കല്യാണത്തിൽ പങ്കെടുത്തല്ലേ, ആ വസ്ത്രം മാറ്റി.
എന്ന് മാറ്റം പറഞ്ഞു. പുതിയ വസ്ത്രം കൊടുത്തു. ആ വസ്ത്രം കൊണ്ട് സെയ്ദ് എന്ന ഈ കുട്ടിയുടെ ബാല്യക്കാരൻ്റെ കയ്യും പിടിച്ച് മണിയറയിലേക്ക് പോയി. അവിടെ റസൂലുണ്ട്. അതാ ഹദിയത്ത് മിന്നിയിലേക്ക്. സാധാരണ ഖുറൈശി പെണ്ണുങ്ങൾ ആദ്യ രാത്രി ഭർത്താവിന് സമ്മാനം കൊടുക്കും. ഇതെൻ്റെ സമ്മാനം. ആ സമ്മാനത്തെ ഖുർആൻ പറഞ്ഞു. എന്താ പറയാ, ഒരായുസിന് വേണ്ട വയതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തളർന്നു പോയി. ഞാൻ നിനക്ക് പറയാനും ഇല്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യാസൂയൊക്കെ ഉണ്ടാകാം, പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഭാഷയിൽ നിങ്ങൾ ചിന്തിച്ച ഞങ്ങൾക്ക് വസ്തുതകൾ മനസ്സിലാവും. എല്ലാ സുന്നി പണ്ഡിതന്മാരും തിരുതൂതർ നിയോഗം പുസ്തകം വായിക്കണം. എല്ലാവരും വായിക്കണം. എന്നിട്ട് അവരെ മനസ്സ് ക്ലിയറാക്കി കൊണ്ടുവരണം. എവിടെയാണ് യാഥാർത്ഥ്യം കിടക്കുന്നത്? അല്ലാതെ മക്കയിലുള്ള 4 ആൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന് മരിച്ചുപോയ മനുഷ്യൻ എങ്ങനെ ലോകത്തിന് നേതാവാകുക? മക്ക എന്താ ഒരു ചെറിയ 4 മലിൻ്റെ അടിയിലുള്ളൊരു നാട്. എന്നിട്ട് ഒരു ബദർ യുദ്ധം നടത്തി പോവുക. അത് ബദർ യുദ്ധം. ബദർ യുദ്ധം ഒരു ഇൻ്റർനാഷണൽ ഒരു വാർ എന്നൊരു പൊസിഷനിൽ അതിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തെ കാണണം. അതിൻ്റെ അടിസ്ഥാനം യൂറോപ്പാണ്. അത് പഠിക്കണം. അപ്പൊ ബദർ യുദ്ധത്തിൽ മരിച്ച ഒരു സഹാബിയുടെ പേര് പോലും ഖുർആൻ പറഞ്ഞില്ല. എന്താ കത്ത്? ബദർ യുദ്ധത്തിൽ മരിച്ച ഒരു സഹാബിയുടെ പേര് 14 സഹാബികളില്ലേ? ആഖിലിഹിം വറാഫിഅഹിം വസഫ്വാന വസഅദിൻ ثم عوف ومهجه وعبيدة ومعبد وعمير وعارثة وبشر وعمير وذي الشمالين ويزيد. എത്ര ആളുണ്ട്? 14 ആളുണ്ട്. റളിയല്ലാഹു അൻഹു ഇലാ ഹളറാതിഹിം الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله ഞങ്ങളെ നീ ഫാത്തിഹ കബൂലാക്കണമേ റബ്ബേ. ഞങ്ങൾ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. എൻ്റെ സവാബ് ഹദിയാക്കി മുസ്തഫ നബിക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. ബദറിൽ പങ്കെടുത്ത 14 ശുഹദാക്കൾക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. പിന്നീട് ബഹുമാനപ്പെട്ട ബദരീങ്ങൾക്കൊക്കെയും എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. എല്ലാ സ്വഹാബിലും എത്തിച്ചു കൊടുക്കണം. അതിൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളും ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. ആമീൻ ആമീൻ ബിറഹ്മതിക. അപ്പം ഈ പറഞ്ഞ ആഖിൽ റാഫി, ഈ പറഞ്ഞ 14 ആളിൽപ്പെട്ട ഒരു ഷഹീദിൻ്റെ പേര് എവിടെ ഇല്ല? ഖുർആനിലില്ല. ഒരു ബദരീൻ്റെ പേര് ഖുർആനിലില്ല. സിദ്ദീഖുൽ അക്ബറിൻ്റെ പേര് ഖുർആനിലില്ല. എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ പേര് ഖുർആനിലില്ല. അലി റളിയല്ലാഹുവിൻ്റെ പേര് ഖുർആൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ പേര് ഖുർആനിലില്ല. ആരാണ് ഈ ഉസ്മാൻ? റഅയ്തു ഫീ ബാബിൽ ജന്ന മക്തൂബൻ ബി ഉസ്മാൻ. ഉസ്മാൻ്റെ പേരുള്ള കവാടം സ്വർഗത്തിലുണ്ടെന്ന് മുത്ത് റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതൊന്നും ഖുർആനിലില്ല. സെയ്ദ് ബിൻ സാബിത്ത് അല്ല, സെയ്ദ് ബിൻ ഹാരിസയാണ്. സെയ്ദ് ബിൻ സാബിത്താണ് ജമ്മുൽ ഖുർആന് വേണ്ടി സഹായിച്ചത്. സെയ്ദ് ബിൻ ഹാരിസ. ഹക്കീം ബിൻ ഹിസാം പിന്നെ ചന്തേന്ന് വാങ്ങിയ കുട്ടിയാണ് സെയ്ദ് ബിൻ ഹാരിസ. പിന്നെ സെയ്ദ് ബിൻ ഹാരിസയെ ഖദീജ ബിവി, ഹക്കീം ബിൻ ഹിസാം എന്ന് പറഞ്ഞാൽ പിന്നെ ഹിസാം എന്നത് പിന്നെ ആയിഷ ഖദീജ ബിവിയുടെ ആങ്ങളയാണ്. ഖദീജ ബിവിയുടെ ആങ്ങളൻ്റെ മോനാണ് ഹക്കീം ബിൻ ഹിസാം. ഹക്കീം ബിൻ ഹിസാം മാനേജറായിരുന്നു ഖദീജ ബിവിയുടെ കച്ചവടത്തിന്. അങ്ങനെ ഒരിക്കൽ കച്ചവടത്തിന് പോയി തിരിച്ചു വരുമ്പോൾ അടിമകളെ കണ്ട് അതിൽ ഈ കുട്ടിയടക്കം വാങ്ങിക്കൊണ്ട് പിന്നെ കണക്കൂട്ടാൻ വേണ്ടി വീട്ടിൽ ഖദീജ ബിവി വരും. കണക്കൊക്കെ കൂട്ടി പൈസയൊക്കെ കൊടുത്ത് തിരിച്ചു. അമ്മായിയല്ലേ, ഹക്കീം ഹിസാമിൻ്റെ അമ്മായിയാണ് ആര്? ഖദീജ ബിവി. അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിയ അടിമകളാണ്, നിങ്ങൾക്ക് വേണ്ട കൊണ്ടേ കൂടി പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടീനെ കണ്ടപ്പോൾ പറഞ്ഞു അതൊരു കൗതുകമുള്ള കുട്ടിയാണ്, അത് എനിക്ക് എന്നാണ്. പിന്നെ അത് സ്വന്തം കുട്ടിയെപ്പോലെ വളർത്തിയ ആര്? ഖദീജ ബിവി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിക്കുമ്പോൾ അന്നത്തെ രാത്രിയിലെ വിവാഹ സമ്മാനമാണ് ആര്? സെയ്ദ് ബിൻ ഹാരിസ. ഒരൊറ്റ സ്വഹാബിയുടെ പേര് ഖുർആൻ പറഞ്ഞോളൂ, അത് സെയ്ദ് ബിൻ ഹാരിസയാണ്. ആരാ സെയ്ദ്? സെയ്ദ് ഒരു പ്രതീകമാണ്.
എന്തുകൊണ്ട്? ഇവിടെ ഒന്നും പ്രശ്നമില്ല. പ്രശ്നത്തിൻ്റെ അവിടേക്ക് അപ്പളേ എത്തണുള്ളൂ. ബദറൊന്നല്ല പ്രശ്നം. പ്രശ്നം മൂത്തയാണ്. മൂത്തറ നേരിട്ട് യൂറോപ്യൻസിന് അടിക്കുക. അതിൽ ആദ്യത്തെ ഷഹീദാണ് ആര്? സെയ്ദ്. പേര് ഖുർആൻ പറയുകയും ചെയ്തു. ആ സെയ്ദിനെ ഖദീജയെന്ന് തന്നെയാണ് ഇസ്ലാമിന് കിട്ടേണ്ടത്. അപ്പൊ ഇസ്ലാമിന് വേണ്ടിയുള്ള മുതലാണ് ആര്? സെയ്ദ്. ആ സെയ്ദിനെ ഇസ്ലാമിലേക്ക് വരുന്നത് ആര് വഴിയാണ്? ഖദീജ വഴിയാണ്. അത് ഖദീജാണ് സമ്മാനം റസൂലുള്ളാഹിക്ക്. അപ്പോ ഇന്നും നമ്മൾ അടരാടൽ അവസാനിക്കാത്ത അടരാടൽ നടത്തേണ്ടതാണ് യൂറോപ്പിനോട്. ആ അടരാടലിൻ്റെ അടിസ്ഥാന സോഴ്സ് ഖദീജയാണ്. ഈ കുട്ടിയെ ഉമ്മത്തിന് സമ്മാനിച്ചത് ഖദീജയാണ്. കുട്ടിയെ പോലെ വളർത്തുക, സ്വന്തം കുട്ടിയെ പോലെ വളർത്തുക, റസൂലുള്ളാഹിക്ക് കൊടുക്കുക. റസൂലുള്ളാഹിക്കും അങ്ങനെയാണ്. പിന്നീട് ഈ സെയ്ദിൻ്റെ വാപ്പ വരുന്നുണ്ട് മക്കയിലേക്ക്. സെയ്ദ് ഹാരിസ മുതലാളിയാണ്. കൊള്ളക്കാർ കയറിയപ്പോൾ ഒരു കൊള്ളക്കാർ കയറി അവരെ ഗ്രാമത്തിൽ. ഒരു വടക്കൻ അറേബ്യയിലെ ഒരു ഗ്രാമത്തിലുള്ള ആളുള്ള മുതലാളിയായിരുന്നു ഹാരിസ. ഹാരിസന്റെ 8 വയസ്സായ മോനാണ് സെയ്ദ്. അപ്പൊ ആ കൊള്ളക്കാരെ ഗ്രാമത്തിൽ കയറി. അന്ന് ഹാരിസ, ബാപ്പയായ ഹാരിസ കച്ചവടത്തിന് പോയതാണ്. ഈ ഉമ്മയും മോനും കൂടി ഒരു കുടുംബ വീട്ടിൽ കല്യാണത്തിന് പോയതാണ്. ആ കല്യാണത്തിനെ കൊള്ളക്കാർ വളഞ്ഞു. കൈ കിട്ടിയതൊക്കെ അവരെടുത്തു. ഈ തള്ളനെയും മോനെയും അടിമകളാക്കി. തള്ളനെയും മോനെയും വ്യത്യസ്തമായ ചന്തകളിൽ വിറ്റു. അങ്ങനെയാണ് മനസ്സിലായത്. തള്ളനെ വേറെ എവിടെ വിറ്റു, മോനെ വേറെ എവിടെ വിറ്റു. ഹാരിസ കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മകനുമില്ല, ഭാര്യയില്ല, മോനുമില്ല. പിന്നെ അന്വേഷിച്ച് കിട്ടി. ഏതോ ഒരു ചന്തയിൽ നിന്ന് പിന്നെ വാങ്ങിയ ഒരു അടിമ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഭാര്യയെ കിട്ടി. പിന്നെ മകൻ അന്വേഷിച്ച് മക്കയിലുണ്ട് എന്ന് കണ്ടെത്തി. അപ്പോഴത്തെ റസൂലുള്ളാഹിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അന്ന് കുട്ടി ആരുടേതാണ്? റസൂലുള്ളാഹിന്റേതാണ്. ഖദീജ വീങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു. പിന്നെ മക്കയിൽ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരിക. അപ്പം ദൂരെ തന്തയും എളാപ്പയും കൂടെ വരുന്നത്, പിതാവും പിതൃവ്യനും കൂടി വരുന്നത്, ഒരാളെ കൂട്ടി വരുന്നത്, മക്കാരനെ ഒരാളെ കൂട്ടി വരുന്നത് ഈ കുട്ടി ദൂരെ നിന്ന് കാണും. അപ്പോൾ കുട്ടി ഓടിപ്പോയിട്ട് മടിയിൽ തല വെച്ച് കമ്മയിൽ നടന്നു. എന്നെ പറഞ്ഞേക്കത് സ്വന്തം ബാപ്പയാവർ. അവിടുന്ന് റസൂലുള്ളാഹി മനസ്സിലാക്കട്ടെ. റസൂലുള്ളാഹി ഏറ്റവും കൗതുകം തോന്നിയ ഒരു സ്ഥലം അതാണ്. ഒരടിമക്കുട്ടിയ റസൂലുള്ളാഹിന്റെ മടിയിൽ കമന്നു. ബാപ്പയും പിതൃവ്യനും ഒരാളും കൂടി വന്നു. മോനെ, ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. റസൂലുള്ളാഹി സംസാരിച്ചു. നിങ്ങൾ എത്ര വാപ്പ പറഞ്ഞു? എനിക്കെൻ്റെ ഭാര്യ തന്നതാ. ഭാര്യക്ക് ഭാര്യയുടെ ആങ്ങളുടെ മോൻ കൊടുത്തതാ. പണം തരാം. പണം വേണ്ട, ഞങ്ങൾക്കിത് വെറുതെ കിട്ടിയതാ. ഞങ്ങൾക്കിതിന് പണമൊന്നും വേണ്ട, നിങ്ങൾ കൊണ്ടേക്കൂടി. കുട്ടി കരഞ്ഞു. എന്നെ പറഞ്ഞേക്കത്. ആദ്യം തന്തക്ക് അത് തമാശയെ തോന്നി. പിന്നെ മനസ്സിലായി കുട്ടി കാര്യം പറയും. അപ്പൊ തന്ത ചോദിച്ചു, ഹാരിസ ചോദിച്ചു, എന്താ നിനക്ക്? വിരാന്തന് എല്ലാവിധ സൗകര്യവുമുള്ള ഒരു ബംഗ്ലാവിൽ ധനാഢ്യനായ ഹാരിസയുടെ മകനായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ മക്കയിലെ ഒരു അറബ് വീട്ടിൽ അടിമയായി ജീവിക്കുന്നതാണോ? അപ്പോൾ കുട്ടി പറഞ്ഞു, ഹാരിസയുടെ വീട്ടിൽ മകനായി ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ വീട്ടിൽ അടിമയായി ജീവിക്കണം. പിന്നെ കുടുങ്ങി. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഞങ്ങൾക്കിത് മോനാണ്. നിങ്ങൾക്ക് ധൈര്യത്തിന് വേണമെങ്കിൽ ഞങ്ങൾ മക്കയിൽ വന്നിട്ട് കഅബാലയത്തിനടുത്ത് വന്ന് പ്രഖ്യാപിച്ചോളാം. അങ്ങനെ ഈ കുട്ടിയും ബാപ്പയും പിതൃവ്യനും കൂടി നേരെ
കബാലയത്തിൻ്റെ ഒരു തറുണ്ട്. കബാലയത്തിൻ്റെ മുറ്റത്ത് എന്തെങ്കിലും ആരെങ്കിലും ഗൗരവമുള്ള വിഷയങ്ങൾ അവിടെ വന്ന് പറയുമ്പോൾ ജനം ശ്രദ്ധിക്കും. ആ തർമ്മ കയറിയുന്നു. അത് പറഞ്ഞു, അതാ വലുത് ഇതിൻ്റെ കുട്ടിയാണ് എന്ന് റസൂൽ പ്രഖ്യാപിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് മുതൽ മനസ്സിലായില്ലേ? എന്ത് പറയും? സെയ്ദ് ആരെ മോനാണ്? റസൂലുള്ളാഹിന്റെ മോനാണ്. ജനിക്കാത്ത മോന്, സ്വന്തം തുഫയിൽ ജനിക്കാത്ത മോനാണ്. അതിനെക്കുറിച്ചാണ് പിന്നീട് മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും എന്ന ആയത്തിറങ്ങിയത്. വലിയ ചർച്ചകളാണ്. അപ്പം ഈ ഒരു സെയ്ദിനെ ഖുർആൻ പറയുമ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു സാഹചര്യമുണ്ട്. അത് മനസ്സിലാക്കണം. അവരെന്നും ലോകത്തിൻ്റെ ശത്രുവാണ്. അവർക്ക് പിന്നെ 1000 കൊല്ലം ഏഷ്യക്ക് കയറാൻ കഴിഞ്ഞില്ല. കാരണം ഏഷ്യ അത്രയും ഭദ്രമായിരുന്നു. ഏഷ്യയിലെ മതങ്ങളെല്ലാം യൂറോപ്യൻസിനെതിരെ ഒന്നിച്ചു നിന്നു. യൂറോപ്യൻ സംസ്കാരത്തെ അവർ അടിച്ചു പുറത്താക്കി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പുറത്താക്കി. പിന്നീട് അവർ വരുന്നത് AD 1502 വാസ്കോഡ ഗാമ. അദ്ദേഹമാണ്, വാസ്കോഡി ഗാമയാണ് ഏഷ്യയിലേക്കുള്ള കോളനൈസേഷൻ്റെ പിതാവ്. ഫാദർ ഓഫ് എന്താ പറയുക, കോളനൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കോളനൈസേഷൻ്റെ പിതാവ് AD 1502 വന്നു വാസ്കോഡ ഗാമ. ഏകദേശം 500 കൊല്ലമായി. ഈ 500 കൊല്ലാണ് റൈസ് ഓഫ് വെസ്റ്റേണിസം എന്ന് പറയുന്ന കാലം. അതാണ് ലോകാവസാനത്തിൻ്റെ തുടക്കം. അതാണ് വെസ്റ്റേൺ സംസ്കാരത്തിൻ്റെ, പടിഞ്ഞാറൻ സംസ്കാരത്തിൻ്റെ ഉദയം എന്ന് പറയുന്നത്. സത്യത്തിൽ വാസ്കോഡ ഗാമയുടെ വരവാണ്. ഒരു എന്താ പറയുക, ഒരു ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യത്തിലുണ്ട്, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. ഏതോ ഒരു ടെക്സ്റ്റൈലിൻ്റെ പരസ്യം, വാസ്കോഡ ഗാമയുടെ ഫോട്ടോ ഉണ്ട് അല്ലേ? ഒരു കപ്പൽ ബാക്കിൽ നിൽക്കുന്നത് ഇല്ലേ, കണ്ടിട്ടില്ലേ? ചരിത്രം വഴിമാറി. കറക്റ്റ്. ധർമ്മത്തിന് അധർമ്മത്തിലേക്ക് വഴിമാറി. അപ്പോൾ ദി റൈസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ അല്ലെങ്കിൽ വെസ്റ്റേണിസം എന്ന് പറയാവുന്നത് അതാണ് പടിഞ്ഞാറിൻ്റെ ഉദയം. അതാണ് തുലൂഉ ശംസി മിൻ മഗ്രിബിൻ്റെ 1ാം ഘട്ടം. അപ്പോൾ പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ചിട്ട് എത്രയായി? 500 കൊല്ലമായി. ഇനി പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കൂല എന്നൊന്നുമില്ല, അത് വേറെ ഉദയമാണ്. ഇത് സ്പിരിച്വലി ഉദയം. ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറിൻ്റെ അകപ്പെട്ടു പോയി. ഇപ്പം നമ്മളൊക്കെ പടിഞ്ഞാറാണ്, നമ്മളൊക്കെ യൂറോപ്യന്മാരാണ്. എല്ലാവരും യൂറോപ്യൻ അല്ലാത്തൊരാൾ നമ്മളെ കൊടുത്തില്ല. ഇല്ല തന്നെ. നമ്മളെ പെൺകുട്ടികളൊക്കെ ജീൻസ് ധരിച്ച് യൂറോപ്യൻ സംസ്കാരമാണ്. കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ യൂറോപ്യന്, എല്ലാം യൂറോപ്യന്. കഴിക്കുന്ന ഭക്ഷണം എല്ലാം യൂറോപ്യന്. ഓക്കെ വീട്ടിലെ സംസ്കാരം യൂറോപ്യന്. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ യൂറോപ്യൻ്റെതാണ്, എല്ലാം യൂറോപ്യൻ്റെതാണ്. അവസാനിപ്പിക്കുകയാണ്. ഇതെന്നും പറഞ്ഞാൽ തീരുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ബേത്ത് ഒഴിവാക്കിയിട്ട് അടുത്ത ബേത്ത് കയറിക്കോളാം. ഞാൻ എന്താ കണ്ടത് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോകില്ല. കാരണം അത് ഭയങ്കര ഒരു വിഷയമാണ്. ഇത് മനസ്സിലാക്കാതെ വന്നാൽ നമുക്ക് ഇസ്ലാമിനെ മനസ്സിലാവില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റേൺ കോളനൈസേഷനെതിരെയാണ് പ്രവർത്തിച്ചത്. ഇല്ലെങ്കിൽ ഇപ്പോൾ വാസ്കോഡി ഗാമ വരുന്നതിന് മുഹമ്മദ് മുസ്തഫ വന്നത് കൊണ്ടാണ് പടിഞ്ഞാറിൻ്റെ ഒരു സ്വാധീനം കുറഞ്ഞത്. ഇല്ലെങ്കിൽ അവർ ഈ നാട് മൊത്തം അടിമകളാക്കും. ഈ പണി അവർ എന്നോ തുടങ്ങും. പക്ഷെ ബൈസന്റെ റോമക്കാരെ അടിച്ചോടിച്ചു. ആര്? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടി. അതിന് കാരണം അവർക്കൊരു നേതാവിനെ കിട്ടി, മുഹമ്മദ്. അവർ വന്നാൽ എന്താ വെസ്റ്റേൺ സിവിലൈസേഷൻ വന്നാൽ ഇതന്നെ. ഈ അധർമ്മങ്ങൾ കൊടികുത്തി വാഴും. ഒരു വിലയുണ്ടാവില്ല. സംസ്കാരങ്ങൾ തന്നെ മാറി. ഗുരുകുല വിദ്യാഭ്യാസം മാറി. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ വലിയ അദബ് മര്യാദയാണ് എല്ലാവർക്കും. ദ്രോണന്റെ വീട്ടിലേക്ക് അർജുനൻ വന്നാലും പണിയെടുക്കണം. പഞ്ചപാണ്ഡവന്മാരിൽപ്പെട്ട ആളാണ് അർജുനൻ. ദുര്യോധനൻ വന്നാലും പണിയെടുക്കണം. അവർ രാജകുടുംബാണ്. എന്നാൽ ദ്രോണൻ ഗുരുവാണ്. ഗുരുവിൻ്റെ വീട്ടിൽ വന്നാൽ പണിയെടുക്കണം. സ്കൂളല്ല, ഗുരുകുല വിദ്യാഭ്യാസമാണ്. മനസ്സിലാവണില്ല? ഗുരുവിൻ്റെ വസ്ത്രം ഇറക്കി കൊടുക്കണം. ഗുരുവിൻ്റെ ഭാര്യയുടെ വസ്ത്രം ഇറക്കി കൊടുക്കേണ്ടി വരും.
വീട്ടിലെ കാര്യങ്ങൾ, പശുവിനെ തീറ്റുന്നതും ഇവർ തന്നെയാണ്. ആരാണ് ഈ രാജമക്കൾ? രാജാവിൻ്റെ മക്കളാണെന്ന് ചെയ്യുക. അവരോ ഗുരുകുല വിദ്യാഭ്യാസമാണ്. അവിടുന്ന് മാറി സ്കൂളിലേക്ക് എത്തിയത്. യൂറോപ്യൻ സംസ്കാരമാണ് സ്കൂളിൽ അധ്യാപകനല്ല പ്രാധാന്യം, വിദ്യാർത്ഥിക്കാണ്. അതിനനുസരിച്ച് മാറ്റും. വിദ്യാർത്ഥിക്കാണ് പ്രാധാന്യം, അധ്യാപകനല്ല. അതിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങളൊന്നും, ഇപ്പം നമ്മുടെ ദാറുൽ ഖുർആൻ, വിദ്യാർത്ഥിക്ക പ്രാധാന്യം, ആർക്കല്ല? അധ്യാപകനല്ല. പഴയ കാലത്തെ ദർസിൽ പ്രാധാന്യം ആർക്കാണ്? ഉസ്താദിനാണ്. ഇപ്പം നമ്മൾ ഉസ്താദിനെ പിരിച്ചുവിട്ടാൽ കുട്ടികൾ പോകില്ല. കാരണം കുട്ടികൾ ദാറുൽ ഖുർആനിലേക്ക് വന്നത്. പണ്ട് അങ്ങനെയല്ല. ഉസ്താദ് എവിടുക്ക വരുന്നത്? കുട്ടികൾ എവിടുക്ക വരുന്നത്? ഉസ്താദിനെ എത്തിക്കുക. ഉസ്താദ് ഇവിടുന്ന് അടുത്ത ദർസിലേക്ക് പോയി അങ്ങോട്ട് പോകും, ഒപ്പം പോവും. ഇപ്പം മാറി. ഇപ്പം കുട്ടികൾ ഉസ്താദ്മാർ വന്നും പോയിരിക്കും, കടലുണ്ടി പോയാലും വെള്ളം പോലെ. ആര് പോവില്ല? കുട്ടികൾ പോവില്ല. ഗുരുവിനൊന്നും ഒരു വിലയില്ല. ഗുരുവിന് യാതൊരു വിലയും ഇല്ല. അങ്ങനെ ആക്കിയത് യൂറോപ്പാണ്. 5 വയസ്സായ കുട്ടികൾ, 5 വയസ്സാകാതെ കുട്ടികളെ, 5 വയസ്സാകാതെ പൂർത്തിയാകാതെ കുട്ടികളെ പഠിക്കാൻ പറഞ്ഞേക്കൂല പഴയ കാലത്ത്. അതുവരെ ഉമ്മിയാണ്. ഉമ്മി പറഞ്ഞാൽ ഉമ്മയിൽ നിന്ന് പഠിക്കുക. ഉമ്മാനെ മടിത്തട്ടി കയറി കളിക്കുക, ഉമ്മേന്ന് പഠിക്കുക. ഉമ്മിയ. ഇന്നോ 2 വയസ്സ് 2.5 വയസ്സ്. ഇപ്പം പുതിയ നമ്മളെ ഇസ്ലാം മതത്തിൽപ്പെട്ട ഏറ്റവും വലിയ ഫണ്ടമെൻ്റൽ വിഭാഗമായ സുന്നികളെ പ്രീ സ്കൂൾ തുടങ്ങി. മോണ്ടിസോറി. ആരാ മോണ്ടിസോറി? മോണ്ടിസോറി ഒരു പള്ളിൻ്റെ കീഴിൽ നടത്താൻ പാടുന്നു. ആരാ മോണ്ടിസോറി? സാത്താനിസ്റ്റ്. പിശാചിനെ ആരാധിച്ച ഒരു പെണ്ണ് കൊണ്ടുവന്നതാണ് ആ വിദ്യാഭ്യാസം. നിങ്ങൾ പഠിച്ചു നോക്കി, നിങ്ങൾ പഠിക്കി. നിങ്ങൾ ഇന്ന കൊഞ്ഞനെ കുത്ത എളുപ്പമാണ്, പക്ഷെ പഠിച്ചു നോക്ക്. മോണ്ടിസറി എന്ന് പറഞ്ഞത് ആരുടെ പേരാണ്? ഒരു സ്ത്രീയുടെ പേരാണ്. ഈ സ്ത്രീ ആരായിരുന്നു? സാത്താനിസ്റ്റ്, പിശാചിനെ ആരാധിച്ച സ്ത്രീയാ. ഈ സ്ത്രീയാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നത്. എല്ലാം അവരവിടെ ഹോംവർക്കുകൾ കൊണ്ടുവന്ന ആരാ? പെരി പോയാലും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. പഴയ കാലത്ത് ഹോംവർക്കില്ല, പഠിക്കുക കഴിഞ്ഞു. ഇപ്പോൾ ഹോംവർക്കില്ല. പോരേന്ന് ചെയ്യാൻ വേണ്ടി 2 ദിവസം ചെയ്താൽ തീരാത്ത അത്രയും ഹോംവർക്കും കൊണ്ടാണ് കുട്ടിക്ക് ഉമ്മാനെ നോക്കാനോ വാപ്പാനെ നോക്കാനോ ഒന്നും നേരമില്ല, കളിക്കാൻ നേരമില്ല. ആണോ അല്ലേ? ഇതാര രീതിയാ? യൂറോപ്യൻ രീതി. എന്തിനു വിട്ടുകൊടുക്കുന്നത്? സ്കൂളിലൊക്കെ അയച്ചോ ആ കുട്ടി നശിച്ചുപോയി. നമ്മുടെ ചരിത്രത്തിലെ സുവർണകാലം കൊറോണയാണ്. കൊറോണ കാലത്ത് ബഹുമാനപ്പെട്ട സ്കൂളുകൾ അടച്ചുപോയി. കുട്ടികൾ സന്തോഷമായി ജീവിച്ചു. അങ്ങനെ തന്നെ ഖിയാമത്ത് വരെ ജീവിക്കുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. പക്ഷെ പിന്നെയും സ്കൂളിൽ തന്നെ പോയപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. വാക്സിൻ യൂറോപ്യന്മാർ കൊണ്ടുവന്നു. എന്തിനാണ് വാക്സിൻ വന്നത്? നമ്മൾ നല്ല പ്രായത്തിൽ തന്നെ ജീവൻ പോകാൻ വേണ്ടിയിട്ട്. വാക്സിൻ എടുത്തവരുടെ കാര്യമൊക്കെ പോക്കാം. വാക്സിൻ എടുത്തവരുടെ കാര്യമൊക്കെ പോക്കാം. സർക്കാർ പോലും അതിൽ ഉറപ്പ് പറയുന്നില്ല. സർക്കാർ ഒഴിഞ്ഞ സംസാരിച്ച് ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല. ഇത് ചതിയാണ്. യൂറോപ്പിൻ്റെ ചതിയാണ് ഈ കാണുന്നതൊക്കെ. മുഴുവൻ ചതിയാണ്. എല്ലാം ചതിയല്ലാത്തൊന്നും യൂറോപ്പിൽ നിന്ന്. പക്ഷെ ഏഷ്യ അങ്ങനെയല്ല. ഹിന്ദുമതം ധർമ്മത്തിനും നന്മക്കും വേണ്ടിയുള്ള മതമാണ്. ക്രിസ്തുമതം, ഇസ്ലാം മതം, ജൂതമതം ഒക്കെ ഏഷ്യൻ മതങ്ങളാണ്. മനുഷ്യ നന്മക്ക് വേണ്ടിയാണ് അടിത്തറയിൽ അവയെല്ലാം ഉണ്ടായത്. എല്ലാം മാനവധർമ്മത്തിന് വേണ്ടി. അല്ലാതെ ഏഷ്യയിലൊരു മതം ഉണ്ടായിട്ടില്ല. എല്ലാം അങ്ങനെയാണ്. കേരളത്തിലൊക്കെ ധാരാളം നബിമാർ വന്നിട്ടുണ്ടാവുന്ന എൻ്റെ വീക്ഷണം. ഞാൻ പഠിക്കുക ഇൻഷാ അല്ലാഹ്. ഞാൻ പിന്നെ പറയാം. കേരളത്തിലൊക്കെ ധാരാളം നബിമാർ വന്നിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ വീക്ഷണം. കാരണം കേരളത്തിന് BC 2000 മുമ്പ് ഹിസ്റ്ററി ഉണ്ട്. BC 2000 മുമ്പ് ഹിസ്റ്ററി ഉണ്ട് കേരളത്തിലെ തുറമുഖങ്ങൾക്ക്. BC 2000 മുമ്പ് തുറമുഖം ഓപ്പണാണ്. BC 2000 എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കൊല്ലം മുമ്പ്? 4000 കൊല്ലം മുമ്പ്. സയ്യിദ് സുലൈമാൻ ഇവിടുന്ന് മരം കൊണ്ടുപോയിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. സയ്യിദ് സുലൈമാൻ BC 1000
BC 923 സുലൈമാന്റെ വഫാത്ത്. സയ്യിദ് സുലൈമാന്റെ വഫാത്ത് BC 923. സയ്യിദ് സുലൈമാൻ ഇവിടുന്ന് മരം കടത്തി കൊണ്ടുപോയിട്ടുണ്ടെന്നാണ്, കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു വലിയ സിവിലൈസേഷൻ വന്നാൽ, സിവിലൈസേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായ കാര്യമാണ് നബിമാരുണ്ടാവും. റസൂലില്ലാത്തൊരു സിവിലൈസേഷൻ ഇല്ല, അവർ ഞാൻ ശിക്ഷിക്കൂല. ഒരു സിവിലൈസേഷൻ അഡ്വാൻസ് ചെയ്യപ്പെട്ടാൽ ആ സിവിലൈസേഷനിൽ ആരുണ്ടാവും? റസൂൽ ഉണ്ടാവും. റസൂലില്ലാത്തൊരു ജനതയെ ഞാൻ ശിക്ഷയ്ക്ക് തിരഞ്ഞെടുക്കൂല. സൂറത്തുൽ ഇസ്രാ വമാ കുന്ന മൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅത റസൂല. റസൂലില്ലാത്തൊരു ജനതയെ ശിക്ഷിക്കൂല. പിന്നീട് പറയാൻ അതിനെപ്പറ്റി പഠിക്കാണ്. കേരളത്തിൻ്റെ സംസ്കാരം സംസ്കാരം നമ്മൾ വിചാരിച്ചൊന്നുമല്ല. കേരളം എവിടെയൊക്കെയോ ഉണ്ട്. ഒരു വല്ലാത്ത സംസ്കാര കേരളത്തിൽ. കേരളം എന്ന് പറഞ്ഞാൽ നബിമാരുടെ നാടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും നശിപ്പിക്കാൻ ആരും വിചാരിക്കണ്ട. അപ്പം നിങ്ങൾ കുറച്ച് ആളുകൾക്കുണ്ട് ഒരു പുതിയ ഇവിടെ വർഗീയ ബെൽറ്റാക്കി മാറ്റണം. അതൊന്നും നടക്കൂല. ഇത് അമ്പിയാക്കൾ കടന്നുപോയ നാടാണ് കേരളം. അതുകൊണ്ട് നിങ്ങൾ തകരുങ്ങൾ ഒരു വേള കേരളീയ നന്മയൊക്കെ പെട്ടെന്നൊന്ന് പരിഭ്രാന്തിലകപ്പെട്ടു പോയാലും നിങ്ങളുടെ വർഗീയ കാർഡ് കേരളത്തിൽ കളിക്കൽ നടക്കൂല. കേരളം നന്മയുടെ നാട്. എത്രയെത്രയോ പ്രവാചകന്മാർ കടന്നുപോയ നാടായിരിക്കും കേരളം. ഞാൻ അതിനെക്കുറിച്ച് ഗൗരവമായി പഠിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സഹായിച്ചാൽ ഞാൻ പഠിക്കും. അള്ളാഹു സഹായിക്കട്ടെ. കാരണം BC 2000 മുമ്പ് നമുക്ക് തുറമുഖങ്ങളുണ്ട്. ഇപ്പം തൗറാത്തിൽ ബാഫാർ തുറമുഖത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ജ്ഞാനി ഒരിക്കൽ എന്നോട് പറഞ്ഞു. ബാഫാർ, ബേപ്പൂര്. തൗറാത്ത് വരുന്നത് BC 15-ാം നൂറ്റാണ്ടിലാണ്. BC 15-ാം നൂറ്റാണ്ടിലാണ് തൗറാത്ത് വരുന്നത്. തൗറാത്തിൽ പേരുള്ളതാണ് ബാഫാർ തുറമുഖം. ബാഫാർ എന്നാൽ ബേപ്പൂർ. സബ്ഉൽ മുഅല്ലഖയിലുണ്ട്. കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയിരുന്നു മുത്തുനബി വരുന്നതിന് മുമ്പ്. തറാ ബഅറൽ ആറാമി ഫി ആറസാതിഹാ വഖിആനിഹാ കഅന്നഹു ഹബ്ബു ഫുൽഫുലി. കുരുമുളകിൻ്റെ മണികൾ പോലെയുണ്ട് ആ മാൻപേടകളുടെ കാഷ്ടം എന്ന് പറയുന്നുണ്ട്. ഉനൈസ എന്ന തൻ്റെ ഖൈസിൻ്റെ കാമുകിയാണ് ഉനൈസ. ഉനൈസയുടെ വീട്ടുമുറ്റത്ത് മാൻപേടകൾ ഓടി നടന്നിരുന്നു. ആ മാൻപേടകളുടെ കാഷ്ടം കിടക്കുന്നുണ്ട്. ഇത് അതിനെ കവി പിന്നെ ഉപമിക്കുന്നത് തറാ ബഅറൽ ആറാമി ഫി ആറസാതിഹാ വഖിആനിഹാ കഅന്നഹു ഹബ്ബു ഫുൽഫുലി. ലോകത്ത് ആകെ അന്ന് കുരുമുളക് കൃഷിയുള്ളത് കേരളത്തിൽ. ലോകത്ത് ഇന്ന് ലോകത്ത് എവിടെയുണ്ട്? അതിന് കാരണം ഇവിടുന്ന് കൊണ്ടുപോയതാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും മേത്തരം കുരുമുളക് കേരളത്തിൻ്റെതാണ്. പിന്നീട് മഡഗാസ്കറിലേക്ക് കൊണ്ടുപോയി, പിന്നെ ഗോട്ടിമാലയിലേക്ക് കൊണ്ടുപോയി. ലോകത്തിൻ്റെ പല നാടുകളിലേക്കും ഇന്ന് കുരുമുളകുണ്ട്. പക്ഷെ ആ കുരുമുളക് ഇന്ന് വിലയില്ല. നമ്മൾ കുരുമുളക് കൃഷി നിർത്തുകയും ചെയ്തു. എന്താ നമ്മൾ കുരുമുളക് കൃഷി നിർത്താനുള്ള കാരണം? പഴയ കാലത്തെ ലാഭം കിട്ടിയില്ല. അവർക്കത് വലിയ മുതലായതുകൊണ്ട് അവർ പണിയെടുത്തു. നമുക്കിന്ന് വേണ്ടത്ര കുരുമുളക് കൃഷി കേരളത്തിൽ ഇല്ല. ഒരു കാലത്ത് ഏറ്റവും ലോകത്ത് ഒരൊറ്റ നാടാണ്. പോർച്ചുഗീസുകാർ കുരുമുളകിൻ്റെ വള്ളി കൊണ്ടുപോയത് ആരോ സാമൂതിരിയോട് വന്ന് പറഞ്ഞപ്പോൾ സാമൂതിരി പറഞ്ഞു അത്രേ, അവർ വള്ളിയല്ലേ കൊണ്ടുപോകൂ, ഞാറ്റുവേല കൊണ്ടുപോകില്ലല്ലോ. മനസ്സിലായില്ല. ഞാറ്റുവേലക്കനുസരിച്ചാണ് തിരിയുണ്ടാവുക, അതിനനുസരിച്ചാണ് കുരുമുളക് ഉണ്ടാവുക. ലോകത്തെ ഏത് നാട്ടിൽ കൊണ്ട് വളം കൊടുത്ത് വളർത്താൻ കഴിയും, അവിടെ എന്തുണ്ടാവില്ല? കേരളത്തിലെ ഞാറ്റുവേലൊക്കെ ഉണ്ടാവില്ല. ഞാറ്റുവേലയിൽ തിരിയുണ്ടായി അതിന്മ കുരുമുളകുണ്ടായി, അതിനാണ് കരുത്ത്. അപ്പോൾ കേരളത്തിൻ്റെ കുരുമുളക് തരുന്ന ആരോഗ്യം ലോകത്തെ ഏത് കുരുമുളകിനും ഉണ്ടാവില്ല. നമ്മൾ പിൽക്കാലത്ത് ആ കൃഷി നിർത്തി. ഇത് കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയതാണ് ഈ കുരുമുളകിൻ്റെ മണിയെപ്പറ്റി. ഇത് കേരളത്തിൽ നിന്ന് പോയതാണ്. അത് പുണ്യ റസൂലിന് മുമ്പ് കെട്ടിത്തൂക്കിയതാണ്. തറാ ബഅറൽ ആറാമി ഫി ആറസാതിഹാ വഖിആനിഹാ കഅന്നഹു ഹബ്ബു ഫുൽഫുലി كأني غداة البين يوم ترحلوا لدى سمرات الحي ناقف حنظلي
എന്നൊക്കെ ഉണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഇത് കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് നബിമാരുടെ സംസ്കാരം ഇല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ ബേപ്പൂരൊക്കെ നബിമാർ വരാൻ സാധ്യതയുണ്ട്. താനൂര്, ബേപ്പൂര് ഒക്കെ എല്ലാ കേരള തീരങ്ങൾ ഒരു സംസ്കാരമുള്ള സമൂഹമാണ്. BC-യിൽ സംസ്കാരമുണ്ട്. ഇപ്പോൾ സയ്യിദ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടുന്ന് മരം കൊണ്ടുപോയിട്ടുണ്ട് എന്ന് എന്തിന് കഅബാലയത്തിൻ്റെ മുകളിൽ വെച്ചിരുന്ന മരം, ആ മരത്തിൽ മലയാള അക്ഷരങ്ങൾ കണ്ടെത്തിയതായി പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരിഞ്ഞിട്ടില്ല. കഅബാലയത്തിൽ ഉപയോഗിച്ചിരുന്നു. എവിടുത്തെ മരം? കേരളത്തിലെ മരം. അങ്ങനെ ചരിത്രത്തിലുണ്ട്. വേലായുധൻ പണിക്കശ്ശേരിയാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാം. വേലായുധൻ പണിക്കശ്ശേരിയുടേതാണോ അത് CK കരീം സാഹിബാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവരുടെ ചരിത്ര പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അവർ വലിയ സംസ്കാരമുള്ള ഒരു ജനതയാണിത്. ആ ജനതയെ യൂറോപ്യന്മാർ അടിമപ്പെടുത്താൻ വേണ്ടി വന്നു. നേരെ ഇങ്ങോട്ട് വന്നു. ഇന്ത്യയാണെന്നും കേരളമാണെന്നും വിചാരിച്ചാണ് ക്രിസ്റ്റഫർ കൊളംബസ് പോയത്. അയാൾ അമേരിക്കയിൽ എത്തിപ്പെട്ടതാണ്. അപ്പോൾ അയാൾ അവിടെയുള്ളവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. കാരണം അയാൾ വിചാരിച്ചത് അയാൾ എത്തിയത് ഇന്ത്യയിലാണെന്ന്. പിന്നീട് ഇന്ത്യയിൽ എത്തുന്നത് വാസ്കോ ഡ ഗാമയാണ്. അപ്പോൾ അധിനിവേശങ്ങൾ വരുന്നത് ഈ ഒരു അധിനിവേശം കരുത്തുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ സന്തോഷമായി ജീവിക്കുന്ന വളരെ സുഭദ്രമായ ഒരു സംസ്കാരം. ഈ സുഭദ്രമായ സംസ്കാരം മാനവ സമൂഹത്തിന് ആരോഗ്യകരമായ ഗുണങ്ങൾ നൽകിയ ഈ സംസ്കാരത്തെ ലോകത്തിൻ്റെ നടുവിൽ നട്ടുപിടിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ. അതിനുവേണ്ടി ഉണ്ടായ യുദ്ധമാണ് ബദർ. അതിനുവേണ്ടി ഉണ്ടായതാണ് ഉഹദ്. അതിനുവേണ്ടി വീരചരമം പ്രാപിച്ച വ്യക്തിയാണ് ഖുർആൻ പറഞ്ഞ സെയ്ദ്. അതാണ് ബിക്കസ്രിക്കുമുൽ അസ്നാം എന്ന് പറഞ്ഞ വാക്ക്. അതാണ് ആ ആശയാണ് നമ്മൾ ദ്യോതിപ്പിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്. ബാക്കി ഞാൻ ഈ ക്ലാസ് എടുക്കൂല. ഞാൻ പറഞ്ഞ അയിമ തന്നെ പറഞ്ഞു. അവിടുന്ന് ഒരു വരി അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ 3 or 4 ക്ലാസ് പറഞ്ഞു പോയി. അവ ചുരുക്കത്തിൽ ചിന്തിക്കണം. അതൊക്കെ ഭയങ്കര കാര്യങ്ങൾ. ഇത് പഠിക്കണം. നിങ്ങളത് അത്ഭുതപ്പെടുത്തുന്നില്ലേ? ഞാൻ എന്താ മനസ്സിലാക്കട്ടെ? അബൂജഹലിന് ഒരു ചുക്കുമല്ല. അബൂജഹലിൻ്റെ പിന്നിലുള്ള സാധനങ്ങളാണ്. അതാരാ? അത് യൂറോപ്പാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ പേര് പറയാത്ത ഖുർആൻ സെയ്ദിന്റെ പേര് പറഞ്ഞില്ലേ? യൂറോപ്പിന് എതിരെയുള്ള ആദ്യത്തെ രക്തസാക്ഷിയാണ്. യൂറോപ്പിനെതിരെ നേരിട്ട് ആദ്യമായി അടർക്കളത്തിൽ ഇറങ്ങുന്നത് സെയ്ദ. പതാകയും പിടിച്ച് സെയ്ദ് ആദ്യം കൊല്ലപ്പെടും എന്ന് ഹബീബ നബി പറഞ്ഞു. പിന്നെ ജാഫർ കളത്തിലിറങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഇറങ്ങണമെന്ന് ഹബീബ നബി പറഞ്ഞു. പിന്നെ നിങ്ങൾ ആളെ തിരഞ്ഞെടുത്തോളൂ എന്നും പറഞ്ഞു. പതാക പിടിച്ച് ആദ്യം യൂറോപ്യന്മാർക്കെതിരെ അടർക്കളത്തിൽ ഇറങ്ങിയത് സെയ്ദാണ്. ആ സെയ്ദ് വഫാത്തായി. ആ സെയ്ദിനെ ഖുർആൻ പറഞ്ഞു. ഈ സെയ്ദിന്റെ മകനാണ്, സെയ്ദിന്റെ സംസ്കാരം കൊണ്ട് ഈ സെയ്ദിന്റെ മകനാണ് ഉസാമ. ആദ്യമായി ഈ മണ്ണിൽ നിന്ന് ആദ്യമായി ഈ ബൈസന്റൻ റോമക്കാർക്ക് അടിയങ്ങൾ കിട്ടിയിട്ട് അവരെ ഓടിക്കുന്നത് ആരാണ്? ഉസാമയാണ്. ആ ഉസാമ 14 വയസ്സാണ് ഉസാമക്ക്. അന്ന് സൈന്യത്തിന്റെ സൈന്യാധിപനാണ് ഉസാമ. അന്ന് ഉസാമക്ക് 14 വയസ്സാണ്. ആ ഉസാമയെ റസൂലുള്ളാഹി സൈന്യാധിപനാക്കി. എന്ത് പേർ? ആരൊക്കെ സൈന്യത്തിലുള്ളത്? വലിയ വലിയ കൂട്ടര്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം ആ സൈന്യത്തിൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് അന്ന് പോയില്ല. കാരണം റസൂലുള്ളാഹി വഫാത്തായതുകൊണ്ട് സിദ്ദീഖ് ഭരണാധികാരിയായി. ഈ ഉസാമയുടെ സൈന്യത്തിന്റെ സൈനികനായി നബി നിശ്ചയിച്ച ആളാണ് ആര്? സിദ്ദീഖുൽ അക്ബർ ഉമർ ഇബ്നു ഖത്താബും. എന്നിട്ടും സൈന്യാധിപൻ ആര്? ഉസാമത്ത് ബിൻ സെയ്ദ്. എന്തുകൊണ്ട്? ഉസാമയുടെ ബാപ്പ മനസ്സിലായില്ലേ? കാട്ടിടത്തുക. നിന്റെ ബാപ്പ എവിടെ വീണോ അവിടെ കൊണ്ടേ കൊടികുത്തുന്നാർന്നു. അവൻ നേരെ കൊണ്ട് വന്നു. ബാപ്പ മരിച്ചെടുത്ത് മകൻ കൊടിയാണ് കുത്തി. ആ യുദ്ധത്തിൽ യൂറോപ്യന്മാർ തോറ്റുപോയി. ആരാ സൈന്യാധിപൻ? ഈ വിഷയം
റോമൻ ബൈസന്റിയൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ ബൈസന്റിയൻ ചക്രവർത്തി പറഞ്ഞു, അവർ ചെക്കൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പട പോലും നമ്മളെ തോൽപ്പിച്ചെങ്കിൽ ഇനി നമുക്ക് നിർവാഹമില്ല. ഒരു അതായത് ചെക്കനാണല്ലോ, മുഹമ്മദിന്റെ സമൂഹത്തിൽ നിന്ന് ഒരു ചെക്കനാണ് നമ്മളെ തോൽപ്പിച്ചത്, ഇനി നമുക്ക് നിർവാഹമേ ഇല്ല, ഞാൻ ഇരിക്കുന്ന ഈ സിംഹാസനം പോലും അവരെ കയ്യിലാവും എന്നാര് പറഞ്ഞു? അന്നത്തെ ബൈസന്റിയൻ ചക്രവർത്തി പറഞ്ഞു. ആരാണ് ഈ ചെക്കൻ? ഖുർആനിൽ പറഞ്ഞ സെയ്ദിന്റെ ചെക്കൻ, സയ്യിദുനാ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുമാ. നമ്മളെ താരിഖ് പഠിക്കണേ ഇല്ല, നമുക്ക് ഒരു ചുക്കും അറിയില്ല. താരിഖ് പഠിക്കണം. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم.